നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ഇ.ഡി. കേരളത്തിൽ വന്ന് ഒരു റെയ്ഡ് നടത്തിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഒരു കേസുണ്ടാകുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു ഓർഡർ പ്രകാരം നമ്മുടെ കേന്ദ്ര ഏജൻസിയായ ഇ.ഡി. ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ കുറച്ച് ബാങ്ക് രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അണികളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചോരത്തിളപ്പ് കാണിച്ച് ഇവരുടെ ഇ.ഡിയുടെ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ തല്ലി തകർക്കുകയും അവരെ പരിക്കേൽപ്പിക്കുകയൊക്കെ ശ്രമിച്ച ഒരു വാർത്ത കേരളം ഒട്ടാകെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം ഒക്കെ എല്ലാവർക്കും വേണം, പക്ഷേ ഇത് ഇച്ചിരി ഓവറായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണ വിധേയമായ ആളിന് കോടികൾ കിട്ടിയെന്നാണ് പറയുന്നത്. മനസ്സിലായി, കോടികൾ കിട്ടി എന്നാണ് പറയുന്നത്. ഇത് തെളിയിക്കപ്പെട്ടാൽ ഒരു തെറ്റുകാരെന്ന് പറയാം. അഥവാ തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പറയുന്ന പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരാ പൈസയുമായിട്ട് പുട്ടടിച്ച് അടിപൊളിയായിട്ട് അവരുടെ ജീവിതം ലക്ഷറിയായിട്ട് ജീവിച്ച് തീർക്കുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് അണികളായിട്ടുള്ള കുറേ മൂഢന്മാർ മണ്ടന്മാർ വന്നിട്ട് ഇ.ഡി. ഒരു വെറുതെ സമരം നടത്തുക, അല്ലെ അവിടെ ഒരു പ്രക്ഷോഭം നടത്തുക, ചെറിയൊരു കാര്യം ഒരു ജനക്കൂട്ടം ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു, അവർ മിടുക്കരെന്ന് പറയാമായിരുന്നു. ഇത് യാതൊരു ലാഭവും ഇല്ലാതെ വന്നിട്ട് ഇവർ ഇ.ഡിയുടെ വാഹനങ്ങളൊക്കെ തച്ചുടച്ച് ആവശ്യമില്ലാത്ത ഒരു കേസ് എടുത്ത് തലയിൽ വെക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? പിണറായി വിജയനെയും മകളെയും സംരക്ഷിച്ചിട്ട് ഇവർക്കെന്ത് ലാഭമുള്ളത്? ഇവർക്ക് ഇപ്പം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇവർക്ക് ജയിലിലേക്ക് പോകാം. ഒരു 10 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് പോയി, അല്ലാതെ ആർക്ക് പോയി? ഈ പിണറായി വിജയൻ്റെ മകൾക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ എന്തെങ്കിലും നഷ്ടം ഏതെങ്കിലും സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പം ഇവർ 10 വർഷക്കാലം ഇവരുടെ സുലഭമായ ജീവിതം നയിക്കേണ്ട, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് ജീവിതം നയിക്കേണ്ട ഒരു നല്ലൊരു കാലം, ആരോഗ്യകരമായൊരു 10 വർഷം അവരുടേതായിട്ടുള്ള ആവശ്യത്തിനല്ലാതെ നഷ്ടപ്പെടുത്തുകയാണ്. സ്വന്തം ഒരു ആവശ്യത്തിന് ബന്ധപ്പെട്ട് ഒരു സമരം നടത്തി ഇ.ഡിയെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞൊരു കേസിന് പോയിരുന്നെങ്കിൽ പോട്ട് അതിനെന്തെങ്കിലും ലാഭമുണ്ടെന്ന് പറയാമായിരുന്നു. ഇത് യാതൊരുവിധ ലാഭമില്ലാതെ ഇവർക്കൊന്നും ഇവരെ നേരിട്ട് കാണാൻ പോലുള്ള അവസരം കിട്ടത്തില്ല ജീവിതത്തിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ പോയിട്ട് ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിതം തുലച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇനി ഒരു ഗൾഫിന് പോകാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് പോകാനോ പുതിയതായിട്ട് ജോലി കിട്ടാനോ ഒക്കെ വളരെ പാടാണ്. ഇനിയിപ്പം 10 വർഷക്കാലം അകത്ത് കിടക്കാൻ പറ്റുന്ന വകുപ്പുകൾ എന്തായാലും ഇവർക്ക് അലങ്കരിച്ച് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവരെയൊക്കെ ബാധിക്കുന്ന ഇത്രയും പേർക്ക് വേണ്ടി ഏത് പാർട്ടിയാണ് വലിയ അഡ്വക്കേറ്റെ കൊണ്ട് നിർത്തി വാദിക്കുന്നത്? ഒന്നുമില്ലെന്നേ. നിങ്ങളുടെയൊക്കെ കുടുംബത്ത് പൈസ ഉണ്ടെങ്കിൽ വാദിച്ച് ചിലപ്പോൾ ഒരു പക്ഷെ രക്ഷപ്പെട്ടാൽ പെട്ടു, അല്ലെങ്കിൽ 10 കൊല്ലം കുറച്ച് അകത്ത് കിടക്കാനുള്ള വകുപ്പായി. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇനിയെങ്കിലും സംഭവിച്ചു, ഇനി അത് തിരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഇനിയെങ്കിലും ഏത് പാർട്ടിയുടെ നേതാവിന് വേണ്ടിയാണെങ്കിലും നേതാവിൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാലും അണികളായിട്ട് പോകുന്ന കുറേ വിവരക്കേടുകൾ ആദ്യം ചിന്തിക്കണം. അല്ല, ഇവന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വന്നാൽ ഇവനെന്തെങ്കിലും ലാഭമുണ്ടോ? ഇവന് നഷ്ടമാകുന്നതല്ലാതെ ഇവനെന്തെങ്കിലും ലാഭമുണ്ടോ? ഇവൻ്റെ കുടുംബത്തെ ഈ പറയുന്ന നേതാക്കന്മാരുടെ ഫാമിലിയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സംരക്ഷിക്കുകയോ ഇല്ല. അപ്പം അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഉള്ള തലമുറകൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു റിക്വസ്റ്റ് വെച്ചുകൊണ്ട് നിർത്തുന്നത്. അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ പോട്ട്, അതിനകത്ത് ഒരാൾ കേട്ട അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. എന്നുള്ള സ്വന്തം ആവശ്യത്തിനാണല്ലോ പോയെന്ന് പറയാം. ഇത് യാതൊരു ലാഭവും ഇല്ലാതെ എങ്ങാണ്ട് കിടക്കുന്ന ഒരുത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോയി ചാടുമ്പോൾ ഓർക്കണം ജീവിതം തൊലഞ്ഞു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാ പ്രവർത്തകരോടും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും എല്ലാ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടി ഞാൻ പറയുന്നു, ഇനിയെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും അവരുടെ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലും ഇത്തരം പ്രക്ഷോഭങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരം കോലാഹലങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക.
എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.